വസന്ത് തെങ്ങുംപള്ളി, നേരത്തെ ആദ്യ ഊഴത്തിൽ താങ്കൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ വർഗീയ ശക്തികൾക്കെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അത് പറയാൻ എന്ത് ധാർമ്മികാവകാശമാണുള്ളത്? നിങ്ങൾ ആഗോളതലത്തിൽ തന്നെ മുസ്ലിം ഭീകരവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യമായി സഖ്യം ചേർന്നല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? അല്ല നന്ദു, ടി ഇസ്മയിൽ ഉണ്ടല്ലോ, കർണാടകയിൽ തലപ്പാടി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ടാണ്. അവിടെ അതായത് എസ്.ഡി.പി.യുടെ നേതാവാണ് അദ്ദേഹം. എങ്ങനെയാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത്? 22 സീറ്റുള്ള എസ്.ഡി.പി.ഐക്ക് 14 സീറ്റുള്ള BJP പിന്തുണ കൊടുത്തു. അങ്ങനെ ആ സഖ്യമാണ് കേട്ടോ അവിടെ ഭരിക്കുന്നത്. ഇനി അങ്ങ് ചോദിച്ച മറ്റൊരു കാര്യമുണ്ട്. അങ്ങോട്ട് വിളിച്ചു ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചു ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. തമിഴ്നാട്ടിൽ വിളിച്ച് അണ്ണേ അങ്ങേ ആരടാ സഖ്യത്തിൽ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ കാലമാണ്. വിവര സാങ്കേതിക വിദ്യ അത്രമാത്രം വളർന്നിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചു ചോദിക്കുക. ഇനി മറ്റൊരു ചിത്രം കൂടി ഞാൻ കാണിക്കുക. ഇതാ, നിങ്ങൾ തമിഴ്നാട് സഖ്യത്തിന്റെ ഭാഗമായി എസ്.ഡി.പി.ഐയുടെ വേദിയിൽ BJP നേതാവ് സംസാരിക്കുന്നു. അതായത് AIDMK SDPI BJP സഖ്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അല്ല, അങ്ങേക്ക് ഞാൻ അയച്ചു തരാം. അല്ലാതെ ഏത് തെരഞ്ഞെടുപ്പിലാണ് ആരുടെ ബുദ്ധിയാണ് വെല്ലുവിളിക്കുന്നത്? ഏത് തെരഞ്ഞെടുപ്പിലാണോ? ആരുടെ ബുദ്ധിയാണ് താങ്കൾ വെല്ലുവിളിക്കുന്നത്? SDPIയും BJPയുമായിട്ട് സഖ്യം ഉണ്ടാവുമെന്ന് താങ്കൾക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കും? സ്വപ്നത്തിൽ വേറൊക്കെ പോട്ടെ, സ്വപ്നത്തിൽ കണ്ടാ മതി. അങ്ങയുടെ ബുദ്ധിയെ തന്നെയാണ് ചുമ്മാ പറഞ്ഞു പോയാൽ ചുമ്മാ കള്ളത്തരം പറഞ്ഞു പോയാ പോരാ. ഞാൻ അതാ ചോദിച്ചത്, ഏത് നേതാവ് വിട്ട് പുറത്തു പോയ സമയത്തെ കാര്യമാണ്. ഞങ്ങളുടെ അടുത്ത് വേണ്ട കേട്ടോ, ഞങ്ങളുടെ അടുത്ത് വേണ്ട. ആടിനെ പട്ടിയാക്കുന്ന തന്ത്രം ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞാൻ അതാ ചോദിച്ചത്, ഏത് BJP നേതാവ്? അല്ലല്ല, താങ്കൾ ഇപ്പൊ കാണിച്ചല്ലോ ഫോട്ടോ. താങ്കൾ ഫോട്ടോ കാണിച്ചല്ലോ. ഞാൻ പറയട്ടെ, അല്ലല്ല വസന്ത് തെങ്ങുംപള്ളി, താങ്കൾ ഒരു ഫോട്ടോ കാണിച്ചല്ലോ. ആ ഫോട്ടോയിലുള്ള BJP നേതാവിന്റെ പേര് പറഞ്ഞു. ആ ഫോട്ടോയിലുള്ള BJP നേതാവിന്റെ പേര് പറഞ്ഞേ. അല്ലെ താങ്കൾ എനിക്ക് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു. അല്ല താങ്കൾ എങ്ങനെ പറഞ്ഞത്? അല്ലല്ല താങ്കൾ എങ്ങനെയാ SDPIയുടെ വേദിയിൽ BJPയുടെ നേതാവ് പറഞ്ഞത്? BJP നേതാവ് പറഞ്ഞത്? ഏത് BJP നേതാവ് പോയത്? അത് പറയണം. നിങ്ങൾ കള്ളം പറഞ്ഞു മുന്നോട്ട് പോകാന്ന് വിചാരിക്കണ്ട. കള്ളം പറഞ്ഞ് എല്ലാ കാലത്തും കേരളത്തിൽ പറയുന്ന കള്ളത്തരം ഉണ്ടല്ലോ, ആ കള്ളത്തരം പറഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏത് BJP നേതാവ്? അല്ലല്ല വസന്ത് തെങ്ങുംപള്ളി, താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണെങ്കിൽ ഒരു കള്ള ഫോട്ടോ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യരുത്. ഏത് നേതാവ് എന്ന് ഞങ്ങൾക്കറിയണം. ഞങ്ങളുടെ ഏത് നേതാവ് SDPIയുടെ വേദിയിൽ പോയത്? അല്ലല്ല പറയുന്നത്, ഞങ്ങളുടെ ഏത് നേതാവ് SDPIയുടെ വേദിയിൽ പോയത്? ഞാൻ ചോദിച്ചത് ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. രണ്ട് ചോദ്യമാണ്. നേതാവിന്റെ പേരെന്താണ്? താങ്കൾ ആ BJP നേതാവിന്റെ പേര് പറയൂ. അല്ല, ഞാൻ വെല്ലുവിളിക്കുന്നു. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, താങ്കൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണെങ്കിൽ താങ്കൾ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ ആ BJP നേതാവിന്റെ പേര് പറയാൻ താങ്കൾ തയ്യാറാവണം. അല്ലല്ല, അത് പറയണം. അല്ലല്ല, അങ്ങനെ താങ്കളുടെ ചരിത്ര പ്രസംഗം കേൾക്കാൻ എനിക്ക് സമയമില്ല. താങ്കളുടെ ചരിത്ര പ്രസംഗം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. BJP ഒരു കാലഘട്ടത്തിലും മതതീവ്രവാദികളുടെ മുന്നിൽ അടിയറ വെച്ചിട്ടില്ല. ഒരു മതതീവ്രവാദ ശക്തികളുടെ മുന്നിൽ മുട്ടിൽ നിന്നിട്ടില്ല. ഞങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ചോദിക്കാൻ സാധിക്കുന്നത് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ കൺഫ്യൂസ് ചെയ്ത് മുന്നോട്ട് പോകണം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ആ നേതാവിന്റെ പേര് പറയൂ. കൺഫ്യൂസ് ചെയ്ത് മുന്നോട്ട് പണിയൊന്നും ഇവിടെ എടുക്കില്ല. ആടിനെ പട്ടിയാക്കുന്ന പണിയൊന്നും സാർ ഇവിടെ ഇറക്കണ്ട.
ആടിനെ പട്ടിയാക്കുന്ന പണി ഇവിടെ എടുക്കണ്ട. താങ്കൾക്ക് ആ നേതാവിന്റെ പേരറിയാമോ? ഞാൻ അല്ലെങ്കിൽ ഏത് ആടിനെ സമയത്താണ് പട്ടിയാക്കുന്ന സഖ്യം പണിയൊന്നും ഇവിടെ എടുക്കണ്ട. ഏതെങ്കിലും ചർച്ചയിൽ അല്ലല്ല. ഒരു വാദം ഉന്നയിച്ചിട്ട് അല്ലല്ല, ഒരു വാദം ഞാനതാ ഉന്നയിച്ചിട്ട് ചോദിച്ചത്. തലയിൽ നിങ്ങൾ മുണ്ടിട്ട് തെളിയിക്ക്. പോകുന്ന ആളല്ലേ? You have- തലയിൽ മുണ്ടിട്ട് പോകുന്ന ആളല്ലേ? അല്ല, നിങ്ങൾ ഡയറി ചെയ്തുകൊണ്ട് തെളിയിക്കുന്നേ. നിങ്ങൾ തലയിൽ മുണ്ടിട്ട് പോകും. നിങ്ങൾ തലയിൽ മുണ്ടിട്ട് പോകും വസന്ത നെടുമ്പള്ളി. നിങ്ങൾ ഈ പറഞ്ഞത് കള്ളമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞത് കള്ളമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ വസന്ത നെടുമ്പള്ളിയെ വെല്ലുവിളിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിക്കുന്നു. നിങ്ങളെ തെളിയിക്കത്. നിങ്ങളെ തെളിയിക്ക്. ഇല്ല, നിങ്ങൾ തെളിയിക്ക്. നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ തെളിയിക്ക്. നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ തെളിയിക്കുന്നേ. നിങ്ങൾ തന്റെ ഇടമുണ്ടെങ്കിൽ തെളിയിക്ക്. നിങ്ങൾ തന്റെ ഇടമുണ്ടെങ്കിൽ തെളിയിക്ക്. വെറുതെ ചാരിത്ര പ്രസംഗം നടത്താതെ, വെറുതെ ചാരിത്ര പ്രസംഗം നടത്താതെ തെളിയിക്ക്. ആർജവം ഉണ്ടെങ്കിൽ തെളിയിക്ക്. നന്ദുവിന് ആർജവം ഉണ്ടെങ്കിൽ നന്ദു ഏറ്റെടുക്കുക. താങ്കളെ ഫോട്ടോ എനിക്ക് അയച്ചു തരുമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അയക്ക്. വിളിക്കാൻ നിൽക്കണ്ട. ഒരു മണി അധികാരത്തിന്റെ ഒരു ശ്രേണിയിൽ ഞങ്ങൾ വന്നില്ലെങ്കിലും ഒരു മതഭീകരവാദികളുടെ മുന്നിലും മുട്ടുമടക്കി ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യില്ല. ഞങ്ങൾക്ക് അത് നെഞ്ചുറപ്പോടെ പറയാൻ സാധിക്കും. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു 10,000 വട്ടം ജനിച്ചു ജീവിച്ചു മരിച്ചാലും നായായി നരിയായി ജീവിച്ചു വന്നാലും നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. കാരണം അധികാരത്തിന്റെ എല്ലാം കഷ്ടം നുടഞ്ഞ് നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കൂ. ഞങ്ങൾ പതിറ്റാണ്ടുകൾ അങ്ങനെ അധികാരമില്ലാതെ ജീവിച്ചു വന്ന പ്രസ്ഥാന ഞങ്ങളെ ഭയപ്പെടുത്തൊന്നും വേണ്ട. ഞങ്ങളെ ഇങ്ങനെ ഈ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ആടിനെ പട്ടിയാക്കുന്ന ഈ നാടകത്തെ പണിയുണ്ടല്ല, അത് എന്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട, ഞങ്ങളുടെ പട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവരണ്ട. ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾ കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുന്നേ. നിങ്ങളല്ലേ ഫോട്ടോ കൊണ്ടുവന്നത്? നിങ്ങൾ കൊണ്ടുവന്ന ഫോട്ടോ തെളിയിക്കുന്നേ. അത് ആരാന്ന് പറയും. ആരാന്ന് പറയുന്നേ? ആരാന്ന് പറയും. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? താങ്കൾ ഈ വിഷയം എടുത്തിട്ട് നമ്മൾ യഥാർത്ഥ വിഷയത്തിൽ നിന്നും വഴിമാറിപ്പോയിരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു സഖ്യമില്ല. അങ്ങ് പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ്. BJPക്ക് തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു സഖ്യമില്ല. അങ്ങനെ ആ ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം ഡൈവേർട്ട് ചെയ്ത് ഇവിടെ എത്തി നിൽക്കുന്നത്. അങ്ങനെ ഒരു സഖ്യം ഉണ്ടായിട്ടില്ല. BJP SDPയും തമ്മിൽ സഖ്യം തമിഴ്നാട്ടിലുണ്ടായിരുന്നു താങ്കൾ പറയരുത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പോട്ടെ ആ വിഷയം പോട്ടെ. താങ്കൾ പറഞ്ഞ ഉത്തരത്തിന് ക്ലാരിറ്റി ഇല്ല. ഞാൻ ചോദിച്ച ചോദ്യം പറ. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ സഖ്യത്തെ പറ്റി പറയും. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ സഖ്യത്തെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. തമിഴ്നാട്ടിലെ SDPയും സഖ്യം ഉണ്ടായോ? കർണാടകയിൽ തമിഴ്നാട്ടിൽ BJP സഖ്യം ഉണ്ടായോ? ഞാൻ എടുത്തിട്ട് ആ വിഷയം അങ്ങോട്ട് കൊണ്ടുപോകും. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യത്തെ പറ്റി പറയൂ. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ പറ്റി പറ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അല്ലെന്നേ ഞാൻ പറഞ്ഞതിൽ എനിക്ക് ക്ലാരിറ്റി വരുത്തിയാൽ മതിയാവൂ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ലൈവ് കഴിഞ്ഞിട്ട് എന്റെ ശബ്ദം വേണം മ്യൂട്ട് ചെയ്തിട്ടോ. പക്ഷേ ഞാൻ ഉത്തരം പറയാതെ പോയി എന്ന് പറയാനുള്ള ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കർണാടകയിൽ തലപ്പാടിയിൽ 2023 SDPക്ക് 14 മെമ്പർമാരുടെ കൂടി പിന്തുണ കൊടുത്ത് SDPയുടെ T ഇസ്മയിലിനെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത് BJP ആണ്. 1. 2, ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഞാൻ ആ ഉയർത്തിക്കാണിച്ച ചിത്രം തന്നെ തമിഴ്നാട്ടിൽ BJPയുടെ സഖ്യകക്ഷിയായ AIDMK നേതാക്കൾ, നിങ്ങളുടെ BJPയുടെ സഖ്യകക്ഷി നേതാക്കൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നല്ല പൊതുപ്രവർത്തകർക്ക് പറ്റിയ പണിയല്ല. ആദ്യം ഒന്ന് പറയുക, രണ്ടാമത് പാല് മുറിയുമ്പോൾ അത് മാറ്റി പറയുന്ന പണിയുണ്ടല്ലോ, അത് നല്ല പണിയല്ല. അത് നല്ല രാഷ്ട്രീയ പ്രവർത്തകർക്ക് പറ്റിയ പണിയല്ല. താങ്കൾ ആദ്യം പറഞ്ഞത് BJPക്ക് സഖ്യമുണ്ട്, BJPയുടെ നേതാവ് അവിടെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. താങ്കൾ BJPയുടെ നേതാവിന് ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. താങ്കൾ ഈ നാണം കെട്ട പണിക്ക് ഇറങ്ങരുത്. ഞാൻ താങ്കളോട് താങ്കൾ എന്റെ സുഹൃത്താണ്. താങ്കളോട് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി താങ്കളോടുള്ള എല്ലാ ബഹുമാനം നടത്തിക്കൊണ്ട് പറയുന്നു. ഇത്തരത്തിൽ വ്യാജമായ കാര്യങ്ങൾ പറയരുത്. നിങ്ങൾക്ക് ഭീകരവാദികളുടെ 4 വോട്ടിന്റെ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങിക്കോ. പക്ഷെ അതിന് BJPയെ പിടിക്കണ്ട. മനസ്സിലായോ? BJP നിങ്ങളുടെ ടൈപ്പ് പാർട്ടിയല്ല. മനസ്സിലായോ? CPM ഈ പറയുന്ന SDPക്കാരന്റെയും പോപ്പുലർ ഫ്രണ്ട്കാരന്റെയും മുന്നിൽ പോയി മുട്ടിൽ നിൽക്കുന്ന പാർട്ടിയല്ല BJP. അതുകൊണ്ട് ഞങ്ങളെ പറയുമ്പോൾ കുറച്ചുകൂടി സൂക്ഷിച്ചു പറയണം. മനസ്സിലായോ? താങ്കൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചർച്ച ചെയ്യരുത്. കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം ചർച്ച ചെയ്യപ്പെടരുത്. അതിന് താങ്കൾ ഈ AI കിട്ടുന്ന ചില ഡോക്യുമെന്റുകൾ കൊണ്ടുവന്നിട്ട് വ്യാജ പ്രചരണം നടത്തണ്ട. നേർക്ക് നേരെ സംസാരിക്കുക. നമുക്ക് രാഷ്ട്രീയം പറയാന്നേ. ചോദിച്ച ചോദ്യം ഞാൻ ആദ്യം സ്പെസിഫിക് ആയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയമാണ് ചോദിച്ചത്. അതിനുശേഷം ഇല്ലാത്തൊരു സഖ്യത്തിന്റെ പേര് താങ്കൾ ആദ്യം BJP SDP സഖ്യം എന്നാണ് പറഞ്ഞത്.
ഇത് വളരെ മോശമാണ്, വളരെ മോശമാണ്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. അടുത്ത ദിവസം തൊട്ട് വിളിക്കുന്ന കോൺഗ്രസ് പ്രതിനിധികളുടെ ശബ്ദം അങ്ങ് മ്യൂട്ട് ചെയ്തേക്കും. നിങ്ങൾ അങ്ങനെ ജനറേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരു കോൺഗ്രസിന്റെ ഒരു CPM-ന്റെ ആളുടെ വോയിസ് മ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ പറയൂ. ഇടപെടാൻ ഒരു മിനിറ്റ് വരുമോ? ഒറ്റ പറ. ഞാൻ പറഞ്ഞത് കർണാടകയിൽ നിങ്ങളുടെ കൂടെ സഖ്യത്തിൽ കർണാടകയിൽ അല്ലല്ല, അത് തെറ്റാണ്. ഞാൻ പറയുന്നത് രണ്ട് കേസും താങ്കൾ പറഞ്ഞ തെറ്റായ നിങ്ങൾ സംസാരിക്കും കേട്ടോ.